കർത്താനദാസൻ പറഞ്ഞതുപോലെ ദൈവം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു വശത്ത് അന്യഭാഷയിൽ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്നത് പൈശാചിക അന്ധകാര ശക്തികൾക്കെതിരെ. അപ്പോൾ തന്നെ മറുവശത്ത് ദൈവത്തോട് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. കണ്ണുനീർ കണ്ണിൽ നിന്ന് അടർന്നു വീണാൽ അവിടെ വലിയ വിജയമാണ്. യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞു. ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ എന്താ കാണുന്നത്? യോഹന്നാൻ 4:35 യേശു കണ്ണുനീർ വാർത്തു. യേശു പോലും കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ യേശുവിന്റെ ഈ 3 ശിഷ്യന്മാരിൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വ്യക്തി ആരായിരുന്നു? പത്രോസ് തന്നെയായിരുന്നു ഒന്നാമത്. അതുകൊണ്ടാണ് പത്രോസിന് ചില പ്രത്യേക അധികാരങ്ങൾ ദൈവം കൊടുത്തത്. ഇതാണ് അധികാരങ്ങൾ കൊടുത്തത്. സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും. അധികാരം കൊടുത്തു. പത്രോസിനോടാണ് പറയുന്നത്, നീ പാറയാകുന്നു, ഈ പാറമേൽ. പത്രോസാകുന്ന പാറയല്ല, ഈ പാറമെന്ന് പറയുമ്പോൾ ക്രിസ്തുവാകുന്ന പാറമേൽ. പാറ കഷണമായിട്ട്, ആദ്യത്തെ പാറ കഷണമായിട്ട് ദൈവം തെരഞ്ഞെടുത്തത് പത്രോസിനെ. അപ്പോസ്തലനും പ്രവാചകനും എന്ന അടിസ്ഥാനത്തിന്മേലാണ് ആ ദൈവസഭയുടെ പണി നടക്കുന്നത്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ പിന്നെ അപ്പോസ്തലനും പ്രവാചകനും അത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോസ്തലനും പ്രവാചകൻ തന്നെ അക്ഷരാർത്ഥത്തിൽ ആ വ്യക്തികൾ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പോസ്തോലിക പ്രവാചക ഉപദേശത്തിന്മേലാണ് ദൈവസഭ പണിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ മേലാന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് അപ്പോൾ തന്നെ പത്രോസിന് പ്രത്യേകമായ അധികാരം ദൈവം കൊടുത്തു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പത്രോസിനെ യേശു എങ്ങനെ സഹിച്ചെന്ന്. ചുരുങ്ങിയത് 4 പ്രാവശ്യം അത് കൂടുതലുണ്ട് ഈ യേശുവിനോടുള്ള ബന്ധത്തിൽ ഇവർ തമ്മിലുള്ളതായ ബന്ധം വഷളായതായ അനുഭവമുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു ഭാഗത്ത് യേശു തന്റെ ക്രൂശീകരണത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി എന്ത് ചെയ്തു? ശാസിച്ചു. നിനക്ക് അങ്ങനെ സംഭവിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് യേശു എന്ത് ചെയ്തു? പത്രോസിനെ പിശാചെന്ന് വിളിച്ചു, സാത്താനെ എന്ന് വിളിച്ചു. എന്നിട്ടും കൂടെ നിന്ന് പോയില്ല. പറഞ്ഞുവിടാൻ യേശുവിന് തയ്യാറില്ലായിരുന്നു. അവന് വ്യാപരിച്ച വ്യക്തികളോടല്ല നമുക്ക് പോരാട്ടം. എപ്പോഴും മനസ്സിലാക്കണം, വ്യക്തികളോട് വിരോധം വെച്ചുകൊണ്ടിരിക്കുകയോ ഹൈപ്പ് വെച്ചുകൊണ്ടിരിക്കുകയോ അകൽച്ച വെച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യരുത്. ഈ വചനം ഇവിടെ പ്രസംഗിക്കുമ്പോഴുണ്ടല്ലോ, എന്റെ ബന്ധുക്കളോ ചാർച്ചക്കാരോ സഭക്കാരോ പാസ്റ്റേഴ്സോ എനിക്ക് പരിചയമുള്ളവരോ അല്ലാത്ത ലോകത്തിലുള്ള ഒരു മനുഷ്യനോട് തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത ഒരു വിഷയവും എന്റെ ജീവിതത്തിൽ ഇല്ല. പത്രോസ് ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു. പിന്നീട് വേറൊരു സ്ഥലത്ത് 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞു. കൂടെ നടന്ന പത്രോസ് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് മരണഭയം നിമിത്തം തള്ളി പറഞ്ഞു. പിന്നീട് യേശു ക്രൂശിലോട്ട് പോകുന്ന സമയത്ത് അതിനു മുമ്പ് എന്താണ് സംഭവിച്ചത്? മഹാപുരോഹിതന്റെ ദാസനെ ആളെടുത്ത് വെട്ടി, കഴുത്തിനാണ് വെട്ടിയതെങ്കിലും കൊണ്ടത് കാതിലായിരുന്നു. പിന്നീട് സംഭവിച്ചത്, യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പഴയ പടകും വലയും ഒക്കെ എടുത്ത് പിന്മാറ്റത്തിലോട്ട് പഴയ തൊഴിലിന് വേണ്ടി അവൻ പോയി. എന്നിട്ടും യേശുവിനെ തള്ളിക്കളഞ്ഞില്ല. കാരണം യേശുവിനറിയാം, ഇന്നത്തേത് നിങ്ങൾ പ്രയോജനപ്പെടും. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രയോജനപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് പ്രയോജനപ്പെടുന്നവരെയാണ് പിശാച് നോക്കുന്നത്. അവരൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ സർവ്വത്തെ നടക്കും, ശത്രുവിന്റെ കോട്ടകൾ തകരും. അപ്പോൾ ഈ വ്യക്തിയെ പത്രോസിനെ യേശു തള്ളിക്കളഞ്ഞില്ല. പിന്നെ നമുക്ക് ചരിത്രമാണെങ്കിൽ ബന്ധപ്രശ്നങ്ങളിൽ ഈ പത്രോസ് എഴുന്നേറ്റിൽ നിന്ന് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമോ അവാന്തര സന്തോഷമോ അവരെ മാറ്റി കൊണ്ടുപോവുകയല്ല.
യഥാസ്ഥാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് അവൻ വരുമ്പോൾ അവിടെ ചേർത്ത് കൊണ്ടുവരിക. നല്ല എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആർക്കും ഒന്നും നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റില്ല.